പ്രിയമുള്ളവരെ, വചനജ്വാല 1277 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 28 വെള്ളിയാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കൃതജ്ഞത യഥാർത്ഥ ബലി. ആസാഫിന്റെ സങ്കീർത്തനം. കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു. സൗന്ദര്യത്തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുൻപിൽ സംഹാരാഗ്നിയുണ്ട്. അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു. തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചു കൂട്ടുവിൻ. ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു. ദൈവം തന്നെയാണ് വിധികർത്താവ്. എൻ്റെ ജനമേ കേൾക്കുവിൻ, ഇതാ ഞാൻ സംസാരിക്കുന്നു. ഇസ്രായേലെ, ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും. ഞാനാണ് ദൈവം, നിന്റെ ദൈവം. നിന്റെ ബലികളെ കുറിച്ച് ഞാൻ ശാസിക്കുന്നില്ല. നിന്റെ ദഹന ബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ട്. നിന്റെ ആട്ടിൻപട്ടത്തിൽ നിന്ന് മുട്ടാടിനെയോ നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ ഞാൻ സ്വീകരിക്കുകയില്ല. വനത്തിലെ സർവമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എന്റേതാണ്. ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു. വയലിൽ ചിരിക്കുന്നതെല്ലാം എന്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ള സമസ്തവും എന്റേതാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, ആടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും. വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിന്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു. നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റൊമാനോസും ലുപ്പീസിനോസിനെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ്. ഇവർ
രണ്ട് ഫ്രഞ്ച് സഹോദരന്മാരാണ്. റൊമാനൂസ് 35-ാം വയസ്സിൽ ലിയോൺസിൽ ഒരു ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി. പിന്നീട് ഫ്രാൻസിനും സ്വിറ്റ്സർലൻഡിനും മധ്യയുള്ള ജൂറ പർവ്വതത്തിലുള്ള കോണ്ടറ്റ് എന്നൊരു സ്ഥലത്തേക്ക് പാർപ്പിടം മാറ്റി. അവിടെ അദ്ദേഹം പ്രാർത്ഥനയിലും വായനയിലും ഉപജീവനത്തിന് വേണ്ട അധ്വാനത്തിലും സമയം ചിലവഴിച്ചു. താമസിയാതെ അനുജൻ ലുപ്പീസിനോസും ജ്യേഷ്ഠന്റെ കൂടെ നിവസിക്കാൻ തുടങ്ങി. ഇവർ ചെയ്തിരുന്ന അത്ഭുത പ്രവർത്തികളാൽ ആകൃഷ്ടരായി മറ്റ് അനേകരും അവിടെ വന്നുകൂടി. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ റൊമാനൂസ് കോണ്ടറ്റിൽ ഒരാശ്രമം പണിതു. കാസിയന്റെ ഉപദേശങ്ങൾ റൊമാനൂസിനെ നല്ല വശമായിരുന്നു. രണ്ട് സഹോദരന്മാരും ചേർന്ന് ആശ്രമ ഭരണം വളരെ വിദഗ്ധമായി നടത്തി. അനുജൻ കൂടുതൽ കർശന സ്വഭാവിയായിരുന്നു. അദ്ദേഹം സാധാരണയായി ലിവുക്കോണിലാണ് താമസിച്ചിരുന്നത്. 150 സന്യാസികൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നു. കൊണ്ടാറ്റാശ്രമത്തിന് കൂടുതൽ വസ്തുവകകൾ ഉണ്ടായപ്പോൾ ഭക്ഷണത്തിന് സ്വല്പം മാറ്റം വരുത്തി. അതുവരെ ഉപ്പും എണ്ണയും കൂടാതെ ബാർലിയും പയറുമാണ് അവർ കഴിച്ചിരുന്നത്. പകരം ഗോതമ്പും മത്സ്യവുമായെന്ന് കേട്ടപ്പോൾ ലുപ്പീസിനോസ് വന്ന് ആ തെറ്റ് തിരുത്തി. പൗരസ്ത്യ സന്യാസികൾ അനുഷ്ഠിച്ചിരുന്നിടത്തോളം പ്രായശ്ചിത്തം ലുപ്പിസിനോസ് നിർദ്ദേശിച്ചിരുന്നില്ല. ആ നാട്ടുകാർ കൂടുതൽ ആഹാരം കഴിക്കുന്നവരും കഠിനമായി അധ്വാനിക്കുന്നവരും ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു അന്തരം സംഭവിച്ചത്. ലുപ്പിസിനോസ് ഒരു കസേരയോ ഒരു പലകയോ ആണ് ശയ്യയായി ഉപയോഗിച്ചിരുന്നത്. കുറെ കാലം വേനൽ മുഴുവനും റൊട്ടി കുതിർത്ത് കഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. തോൽവസ്ത്രവും മരച്ചെരുപ്പുമാണ് ഉപയോഗിച്ചിരുന്നത്. 460-ാം ആണ്ടിലാണ് റൊമാനൂസ് മരിച്ചതെന്ന് കരുതപ്പെടുന്നു. 20 വർഷം കൂടി കഴിഞ്ഞിട്ടത്രേ ലുപ്പീസിനോസ് ദിവംഗതനായത്. ഭക്ഷണത്തിലും ജീവിത സൗകര്യങ്ങളിലുമുള്ള പ്രായശ്ചിത്തം വിശുദ്ധർക്ക് വളരെയേറെ പ്രിയങ്കരമായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഭക്ഷണവും ജീവിത സൗകര്യങ്ങളും നമ്മൾ എന്തുമാത്രം ദുരുപയോഗിക്കുന്നു. പ്രിയരെ, വിശുദ്ധ റൊമാനൂസിന്റെയും ലുപ്പിസിനോസിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.